ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൺമണി കൃഷിനോട് പറയുന്നുണ്ട് സാഗർ സാറിനെ വിളിക്കാൻ വേണ്ടി. ആദ്യം ഒന്ന് മടി തോന്നുമെങ്കിലും കൃഷി വിളിക്കാമെന്ന് തന്നെ വിചാരിക്കും. ആ സമയമാണ് സാഗർ കൃഷിനെ ഫോൺ ചെയ്യുന്നത്. വേഗം തന്നെ കൃഷി കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സുഖമാണോ എന്നൊക്കെ ചോദിക്കും. ആദ്യമേ ഉണ്ടായിരുന്ന ചെറിയ പിണക്കോ നീരസോ ഒക്കെ രണ്ടുപേരുടെ മനസ്സിൽ നിന്നും പോയിട്ടുണ്ട്. കൃഷി പറയുന്നുണ്ട് ഞാൻ അച്ഛനെ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു, അന്നേരവാ അച്ഛൻ ഇങ്ങോട്ട് വിളിച്ചതെന്ന്. സാഗർ പറയും ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ വിളിച്ചത്. കൃഷും പറയും എനിക്കും അങ്ങനെ തന്നെയാണ്. എന്നാൽ പിന്നെ നീ തന്നെ ആദ്യം പറയാൻ സാഗർ പറയുമ്പം കൃഷി പറയുന്നുണ്ട് ഇവിടെ അടഞ്ഞു കിടന്നൊരു ഫാക്ടറി ഉണ്ടായിരുന്നു, സമരക്കാരും ഒക്കെ അവരുമായിട്ട് സംസാരിച്ച് ഒത്തുതീർപ്പിലെത്തി. ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഇന്ന് ഈ ഫാക്ടറി തുറന്നു. ആ സന്തോഷ വാർത്ത അച്ഛനെ വിളിച്ച് അറിയിക്കാൻ ഇരിക്കുമായിരുന്നു എന്ന്. സാഗറിന് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും, കൃഷ്ണനെ കുറിച്ച് ഓർത്ത് അഭിമാനവും തോന്നും. സാഗർ പറയുന്നുണ്ട് സാഗർ എന്ന വാല് കളഞ്ഞിട്ടല്ലേ നീ പോയത്, നിനക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടായല്ലോ എന്ന രീതിയിൽ. കൃഷി പറയും അങ്ങനെയൊന്നും പറയില്ല അച്ഛാ, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞു എന്നല്ലാതെ അച്ഛൻ എൻ്റെ കൂടെ എപ്പോഴും കാണും. സാഗർ പറയും ഞാനും ഒരു സന്തോഷ വാർത്ത പറയാനാണ് വിളിച്ചത്, നീ ഒരു സന്തോഷ വാർത്ത ഇങ്ങോട്ട് പറഞ്ഞപ്പം ഞാൻ വേറൊന്ന് അങ്ങോട്ട് പറയാം. എന്താന്ന് കൃഷി ചോദിക്കുമ്പം സാഗർ പറയുന്നുണ്ട് കൺമണി വരച്ച ആ ഡിസൈൻ ശങ്കർ മോഹൻ ഇഷ്ടമായി, അത് അപ്രൂവ് ആയിട്ടുണ്ടെന്ന്. അത് കേൾക്കുമ്പം കൃഷിന് ഒരുപാട് സന്തോഷമാകും. സാഗർ ചോദിക്കുന്നുണ്ട് കൺമണി എടുത്തുണ്ടോ എന്ന്. ഉണ്ടച്ചാ കൊടുക്കാമെന്നും പറഞ്ഞ് വേഗം തന്നെ അവളുടെ കയ്യിലേക്ക് കൊടുക്കും. കൺമണിക്കാണെങ്കിൽ സംസാരിക്കാൻ ഒരു മടിയൊക്കെ തോന്നും. കൃഷി പറയും സംസാരിക്കാൻ. കൺമണി ഫോൺ വാങ്ങി ഹലോ എന്ന് പറയുമ്പം സാഗർ പറയുന്നുണ്ട് കൺമണി വരച്ച ഡിസൈൻ ശങ്കർ മോഹൻ ഇഷ്ടമായിട്ടുണ്ട്, അത് അപ്രൂവ് ചെയ്തിട്ടുണ്ട്, കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ. കൺമണിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പം. സാഗർ പറയും ഇത്രയും നല്ലൊരു ഡിസൈൻ അലികയ്ക്ക് വേണ്ടി തന്ന കൺമണി എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്ന്. കൺമണി പറയും അയ്യോ അങ്ങനെയൊന്നും പറയരുത് സാർ, എനിക്ക് ഈ ഡിസൈൻ വരയ്ക്കാൻ അവസരം തന്നത് തന്നെ സാഗർ സാർ ഒക്കെ അല്ലേ, അതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ടെന്ന്. സാഗർ പറയും ശങ്കർ മോഹൻ വേറൊരു കാര്യം പറഞ്ഞിരുന്നു, കൺമണി എപ്പോഴെങ്കിലും അലികയിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ ശങ്കർ മോഹനെ അത് അറിയിക്കണമെന്ന്. കൺമണി പറയും സാർ എനിക്ക് അലിക വിട്ടൊരു ജീവിതമില്ല, ഞാൻ അലികയിൽ നിന്ന് എവിടെയും പോകത്തില്ല. സാഗറിന് അത് കേൾക്കുമ്പോൾ സന്തോഷം തന്നെയാണ്, താങ്ക് യു എന്നൊക്കെ പറയുന്നുണ്ട്. കൃഷ്ണന് ഒന്ന് ഫോൺ കൊടുക്കാൻ പറയുമ്പോൾ കൺമണി ഫോൺ തിരികെ കൃഷ്ണന് തന്നെ കൊടുക്കും. സാഗർ ചോദിക്കുന്നുണ്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ എത്രയും വേഗം ഇങ്ങ് പോന്നേക്കാൻ. കൃഷി പറയുന്നുണ്ട് അച്ഛൻ ഇവിടുത്തെ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല, കുറച്ച് സമയം കൂടി ഇവിടെ നിൽക്കേണ്ടി വരുമെന്ന്. സാഗർ പറയും എന്നാൽ ശരി കൺമണി ഇങ്ങോട്ട് പറഞ്ഞയക്കാൻ. കൃഷ്ണന് അതിനൊരു മടി തോന്നും. സാഗർ പറയും എടാ ആ ഡിസൈൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്, പല മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, കൺമണി ഇവിടെ ഉണ്ടെങ്കിലേ ശരിയാവൂ, എത്രയും വേഗം കൺമണി ഇങ്ങോട്ട് അയക്കണം എന്നും പറഞ്ഞാണ് ഫോൺ കട്ട് ചെയ്യുന്നത്. കൃഷ്ണൻ അത് നല്ല നിരാശ ഉണ്ടാക്കുന്നുണ്ട്. കൺമണിയോട് ഈ കാര്യം പറയും. കൺമണി പറയും വേറൊന്നും വിചാരിക്കേണ്ട സാർ, ഞാൻ പോയേക്കാം, എല്ലാം നല്ലതിന് വേണ്ടിയല്ലേ, രണ്ട് സ്ഥലത്ത് ആണെങ്കിലും നമ്മളുടെ മനസ്സുകൾ തമ്മിൽ ഒന്നല്ലേ, എപ്പോഴും അടുത്തല്ലേ, സാറ് വിഷമിക്കേണ്ടെന്നൊക്കെ. കൃഷി പറയും ഞാനും കൺമണിയുടെ കൂടെ വരുമെന്ന്. അവൾ പറയും സാർ ഇപ്പം ഇവിടെ സാറിനെ കൊണ്ട് ആവശ്യങ്ങളുണ്ട്, ഇതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് സാർ ഇപ്പം വരണ്ട, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീർത്തിട്ട് വന്നാൽ മതി എന്ന് പറയും. കൃഷ്ണൻ എന്നാലും നിരാശ തന്നെയാണ്. കൺമണി കൃഷ്ണനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. മാനസ ആൻറ്റിയമ്മയുടെ അടുത്ത് വന്ന് ദേഷ്യത്തോടെ സംസാരിക്കുന്നുണ്ട്. എന്തൊക്കെ ഞാൻ പ്ലാൻ ചെയ്തതാ ആ ഡിസൈൻ മാറ്റാൻ വേണ്ടി, എന്നിട്ട് ഒന്നും നടന്നില്ല, ഏതോ ഒരുത്തൻ എവിടുന്നോ വന്നു അവളുടെ രക്ഷകനായിട്ട്. ആൻറ്റിയമ്മ പറയും അങ്ങനെ ആരെങ്കിലും വന്നാൽ അവളെ രക്ഷിക്കാനൊന്നും പറ്റില്ല മോളെ, നമ്മൾ അവളെ തീർക്കും. മാനസ പറയും ഇവിടെ വന്നപ്പം മുതൽ ആൻറ്റിയമ്മയുടെ വായിന്ന് ഞാനിത് കേൾക്കുന്നതാ, അവളെ തീർക്കും, കൃഷിനെ എനിക്ക് കിട്ടും, എന്നിട്ട് എന്താ ഒന്നും നടക്കുന്നില്ലല്ലോ. ആൻറ്റിയമ്മ പറയും ദേ മാനസേ ഞാൻ കൂടെ ഉള്ളത് കൊണ്ടാ, ഇല്ലെങ്കിൽ നിന്റെ കള്ളത്തരങ്ങളൊക്കെ എന്നേ പുറത്തായേനെ. മാനസ പറയും ഞാൻ എന്തെങ്കിലും കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആൻറ്റിയമ്മയും കൂടെ പറഞ്ഞിട്ടാ. മുമ്പ് സാഗരങ്ങളിന് ആ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് പടം കൊടുത്തില്ലേ, അതെ ഞാൻ വരച്ചതാന്ന് എന്നെ കൊണ്ട് പറയിച്ചത് ആൻറ്റിയമ്മയല്ലേ, പക്ഷെ അത് ബർത്ത്ഡേ ഗിഫ്റ്റിനല്ലല്ലോ, വെഡിങ് ആനിവേഴ്സറിക്കല്ലേ. ഇതൊക്കെ കേട്ട് ആൻറ്റിയമ്മ വാ വിളിച്ച് നിൽക്കുകയാണ്. മാനസ പറയും അതുകൊണ്ട് കുറ്റം മുഴുവൻ എൻ്റെ തലയിട്ട് ആൻറ്റിയമ്മ നല്ല പിള്ളയാവാൻ നോക്കണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ആൻറ്റിയമ്മയും കൂട്ടു നിന്നിട്ടുണ്ട്. ആൻറ്റിയമ്മ പറയും ദേ നോക്ക് മാനസെ, ഒരുമിച്ച് നിന്ന് കാര്യങ്ങൾ വിജയിപ്പിക്കേണ്ടവരാ നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വരാൻ പാടില്ല. മാനസ പറയും അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം, പക്ഷെ എന്നെ ഒറ്റപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ നോക്കിയാൽ തിരിച്ച് എനിക്കും പറയേണ്ടി വരും. ആൻറ്റിയമ്മ പറയും പോട്ടെ, നമ്മൾ രണ്ടുപേരും ഒരുപോലെയാ, പെട്ടെന്ന് ദേഷ്യം വരികയും ചെയ്യും, പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. ദേ മോളെ കൃഷ്ണ നിന്നെ വിവാഹം കഴിക്കുന്നത് കാണാൻ വേണ്ടിയാ ഈ ആൻറ്റിയും ഇപ്പം ജീവിച്ചിരിക്കുന്നത് തന്നെ. മാനസ പറയും കൃഷ്ണനെ വിവാഹം കഴിക്കാനാ ഞാനും ഇപ്പം ജീവിക്കുന്നത്, പക്ഷേ വേറൊരു ഉദ്ദേശവും കൂടി ഇപ്പോൾ ഉണ്ട്, കൺമണിയുടെ കണ്ണീര് കാണണം. ആൻറ്റിയമ്മ പറയും ആ അത് നമ്മൾ കാണും, സുജുവിനും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്, കൺമണിയെ ഇനി വീട്ടിൽ കേറ്റില്ല എന്ന് തന്നെ സുജു പറഞ്ഞിട്ടുണ്ട്, അവളുടെ മനസ്സ് മാറിയത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാ. മാനസ പറയും അതൊക്കെ ശരിയാ, പക്ഷേ ആൻറ്റിയുടെ മനസ്സല്ലല്ലോ കൃഷിന്റെ മനസ്സല്ലേ മാറേണ്ടത്. ആൻറ്റിയമ്മ പറയും കൃഷിന്റെ മനസ്സ് നമ്മൾ മാറ്റും മോളെ. കൺമണിയെ ദേവ്ജിയൊക്കെ കൃഷി തള്ളി പറയും. അങ്ങനെ ഒരു ദിവസം ഉടനെ വരും. കൃഷ് ദേവ്ജിയെ ഫോൺ ചെയ്യുന്നുണ്ട്. ദേവ്ജി പറയും ആ കൃഷ് ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാൻ ഇരിക്കുമായിരുന്നു, നമ്മളുടെ
കൺമണി തകർത്തു. അലികയുടെ ഗ്രാഫ് വീണ്ടും മുകളിലേക്ക് ഉയർന്നു. കൺമണിക്ക് ഒന്ന് ഫോൺ കൊടുക്കാവോ? കൃഷ് പറയും, ദേവ് സാർ കൺമണി ഇപ്പം വരും. ഈ നേട്ടത്തിന് പിറകില് ദേവ് സാറിന് ഒരു വലിയ പങ്കുണ്ട്. പിന്നെ വേറൊരു സന്തോഷ വാർത്തയും കൂടിയുണ്ട്. അച്ഛൻ വിളിച്ചിരുന്നു. അച്ഛൻ നല്ല സന്തോഷത്തിലാ. അച്ഛൻ കൺമണിയോട് നല്ല വാക്കുകൾ പറഞ്ഞു. എന്നോടും നല്ല സ്നേഹത്തോടെ സംസാരിച്ചത്. അത് ഗംഭീരായെന്ന് ദേവ്ജിയും പറയും. കൃഷ് പറയും, പക്ഷെ അച്ഛൻ ആവശ്യപ്പെട്ട ഒരു കാര്യം ഓർക്കുമ്പം നല്ല വിഷമം തോന്നുന്നുണ്ട്. അതെന്താന്ന് ദേവ്ജി ചോദിക്കുമ്പം കൃഷ് പറയുന്നുണ്ട്, കൺമണിയോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. ദേവ്ജി പറയും, ശങ്കർ മോഹന്റെ പ്രോജക്റ്റ് അപ്രൂവ് ആയതല്ലേ, അതിന്റെ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്, അതിനുവേണ്ടി ആയിരിക്കും കൺമണിയെ വിളിക്കുന്നത്. കൃഷ് പറയും, പക്ഷെ എനിക്കെന്തോ സംശയം തോന്നുക. ഞാനും കൺമണിയും തമ്മിൽ ഇനി അടുക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അത്രത്തോളം ആഴത്തിലുള്ളതെന്ന് അച്ഛൻ അറിയുമ്പം എന്തായിരിക്കും പ്രതികരണം എന്നാ ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ദേവ്ജി പറയും, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, അത്ര എളുപ്പത്തില് അനുകൂലമായൊരു മറുപടി കിട്ടുമെന്ന് തോന്നുന്നില്ല. കൃഷി പറയും, അനുകൂലം ആയാലും ശരി അല്ലെങ്കിലും ശരി, കൺമണിയിൽ നിന്ന് മാറി ഇനി എനിക്കൊരു ജീവിതം ഇല്ല. കൺമണി ഇല്ലെങ്കിൽ എനിക്ക് ഒരു സൗഭാഗ്യങ്ങളും വേണ്ട. അന്നേരം കൺമണി അടുത്തേക്ക് വരുന്നുണ്ട്. ആ ദേവ് സാർ കൺമണി വന്നു എന്ന് പറഞ്ഞ് അവളുടെ കയ്യിലേക്ക് കൃഷി ഫോൺ കൊടുക്കും. സാറിന് കൺമണി വിളിക്കുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട്, ആ കൺമണി നീ ഇപ്പം കൃഷിന്റെ മാത്രമല്ല, അലികയുടെ ഞങ്ങളുടെ ഒക്കെ പൊന്മണിയും കൺമണിയും ഒക്കെ അയക്കുക. സുവർണ നേട്ടം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു നേട്ടവാ നീ അലികയ്ക്ക് ഇപ്പൊ സമ്മാനിച്ചേക്കുന്നത്. കൺമണിക്ക് സന്തോഷാവും. താങ്ക് യു സാർ എന്ന് പറയുമ്പം ദേവ്ജി പറയുന്നുണ്ട്, അലികയുടെ വകയായിട്ട് ഒരു സമ്മാനം നിനക്കുണ്ട്. പിന്നെ സാഗർ വിളിച്ചിരുന്നോ? ഇങ്ങോട്ട് വരാൻ ആവശ്യപ്പെട്ടിരുന്നോ? അതേന്ന് കൺമണി പറയുമ്പം ദേവ്ജി ചോദിക്കുന്നുണ്ട്, കൃഷിനെ പിരിയുന്നതിൽ സങ്കടമുണ്ടോ? കൺമണി അതിന് ഉത്തരം പറയാതെ പരുങ്ങുന്ന കാണുമ്പം ദേവ്ജി പറയും, മനസ്സിലായി, എന്താണെങ്കിലും രണ്ടുപേരെ ഒരുമിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. അത് കേൾക്കുമ്പം കൺമണിക്ക് സന്തോഷാവും. എന്നാൽ ശരി, നടക്കട്ടെ എന്നും പറഞ്ഞ് ദേവ്ജി ഫോൺ കട്ട് ചെയ്യും. ഈ കാര്യം കൺമണി കൃഷ്ണനോട് പറയുമ്പോൾ അവന് സന്തോഷാവും. ലോകത്തിന്റെ ഏത് കോണിലേക്ക് പോകാനാണേലും നമുക്ക് ഒരുമിച്ച് പോകാൻ ആഗ്രഹമെന്ന് ദേവ് സാറിന് അറിയാം. കൺമണി പറയും, സത്യം പറഞ്ഞാൽ ഒരു നിമിഷം പോലും എനിക്കിപ്പം കൃഷ് സാറിനെ പിരിഞ്ഞിരിക്കുന്ന കാര്യം ആലോചിക്കാൻ പോലും വയ്യ. കൃഷി പറയും, അതെ കൺമണി, എനിക്കും അങ്ങനെ തന്നെയാ. അതുകൊണ്ടാ അച്ഛൻ നിന്നോട് തന്നെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞപ്പം എനിക്ക് സങ്കടമായത്. നിന്നെ കാണാതെ നീ അടുത്തില്ലാതെ എനിക്കും പറ്റില്ല. ഇവര് പറഞ്ഞ പോലെ നമ്മൾ ശരിക്കും ശിവനും ശക്തിയാണോ? കൺമണി ചോദിക്കും, ആണോ? കൃഷി ആണോ എന്ന് ചോദിച്ച് അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവളുടെ തലയും കൃഷ്ണന്റെ തലയും തന്നെ കൂട്ടിമുട്ടുന്നുണ്ട്. അയ്യോ സോറി എന്ന് പറഞ്ഞ് കൃഷി തല തിരുമ്പാൻ പോകുമ്പോഴത്തേക്കും കൺമണി വേഗം തന്നെ അവന്റെ കവളിൽ ഒരു ഉമ്മ കൊടുക്കും. ഫാക്ടറി വെച്ചാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. കൺമണി ഒരു ചിരിയോടെ ചുറ്റും നോക്കുന്നുണ്ട്. കൃഷി വീണ്ടും കൺമണിക്ക് ഒരു ഉമ്മ കൊടുക്കാൻ ചെല്ലുമ്പോൾ അവൾ അവനെ തള്ളി മാറ്റും. കൃഷി അതിന് മുഖം വീർപ്പിക്കുമ്പോൾ കൺമണി അവനെ കെട്ടിപ്പിടിക്കും. ഷൺമുഖൻ സുമിത്രയെ ഫോൺ ചെയ്യുന്നുണ്ട്. ഭാഗ്യശ്രീയുടെ എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഷൺമുഖൻ പറയുന്നുണ്ട്, ഒരു കാറിൽ കയറി പോയിട്ടുണ്ട്, കാറിന്റെ നമ്പരും കിട്ടിയിട്ടുണ്ട്. കാറിൽ കയറി പോയത് ഭാഗ്യശ്രീ തന്നെയാണെന്നുള്ള കാര്യം ഉറപ്പുമാണ്. പക്ഷെ എങ്ങോട്ടാ പോയെന്നറിയില്ല. എന്താണേലും ഒരു മുൻകൂർ ജാമ്യം എടുത്തു വെച്ചോളാന്. ദേ വക്കീലെ വെറുതെ പേടിപ്പിക്കരുതെന്ന് പറയുമ്പോഴത്തേക്ക് ഷൺമുഖം പറയും, അവള് വല്ല മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ച കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മറിയും. എനിക്ക് രക്ഷപ്പെടാനുള്ള വഴി അറിയാം, നിങ്ങൾ പെട്ടുപോകും. ഒരു മുൻകൂർ ജാമ്യം എടുത്തു വെക്കുന്നത് എന്തുകൊണ്ട് നല്ലതാ. ഒരു കാര്യം ചെയ്, ജയിലിൽ പോയി ബലരാമനെ ഒന്ന് കണ്ടു നോക്ക്. മയത്തില് അവനോടൊന്ന് സംസാരിക്ക്. അവൻ നമ്മുടെ കൂടെ നിന്നാലോ? ശരി, ഞാൻ എന്നാ പോയി കാണാന്നൊക്കെ സുമിത്ര പറയും. അങ്ങനെ സംസാരിച്ച് കോള് കട്ട് ചെയ്യും. കൃഷും കൺമണിയും ഫാക്ടറിയിലുള്ള എല്ലാവർക്കും ലഡു കൊടുത്തോണ്ടിരിക്കുകയാണ്. ഒരു സ്ത്രീ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറേ നാളായോ? കൃഷ് പറയും, കൺമണി ഞാൻ കൂടെ കൂട്ടിയിട്ട് കുറേ നാളായമ്മേ. അവർ പറയും, എന്നിട്ടെന്താ നിങ്ങൾക്ക് കുട്ടികളില്ലാത്തത്? കല്യാണം കഴിഞ്ഞാൽ വൈകാതെ തന്നെ കുട്ടികളും ഉണ്ടാവണം. ഇനി കുഞ്ഞുങ്ങളാവാഞ്ഞിട്ടാണോ? ഇവിടെ നല്ല ചികിത്സയൊക്കെ ഉണ്ട്. കൃഷി പറയും, ഞങ്ങൾ താലി കെട്ടി കല്യാണം കഴിഞ്ഞെന്നേ ഉള്ളൂ, ഒരുമിച്ചൊരു ജീവിതം തുടങ്ങിയിട്ടില്ല. കുറച്ച് കുടുംബ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. എന്ത് കുടുംബ പ്രശ്നമാണെന്ന് അവർ ചോദിക്കുന്നുണ്ട്. കൃഷി പറയും, അങ്ങനെയൊന്നുമില്ല, കുറച്ച് പ്രശ്നങ്ങള്. ആ അമ്മ പറയും, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, എല്ലാം ശരിയാവും. അടുത്ത ഉത്സവത്തിന് രണ്ടാളും ദേവിയെ കണ്ടൊന്ന് പ്രാർത്ഥിക്ക്. കൃഷി പറയും, ഉറപ്പായിട്ടും ഞങ്ങളും കൂടി നിന്നിട്ടായിരിക്കും ഇനി ഇവിടെ ഉത്സവം നടത്തുന്നത്. നന്നായി വരട്ടെ എന്നും പറഞ്ഞ് ആ അമ്മ എവിടെ നിന്ന് പോകും. ഇവരുടെ സംസാരം കേട്ട് വാസുകി നിപ്പുണ്ടായിരുന്നു. ആ അമ്മ പോയി കഴിയുമ്പോൾ വാസുകി ഇവരുടെ അടുത്തേക്ക് വരും. എന്നിട്ട് ചോദിക്കും, അപ്പൊ നിങ്ങൾ ശരിക്കും കല്യാണം കഴിഞ്ഞവരല്ലായിരുന്നോ? അല്ല, നിങ്ങൾ ഭാര്യയും ഭർത്താവും എന്ന് പറയുമ്പോഴും എനിക്ക് സംശയം ഉണ്ടായിരുന്നു, അങ്ങനെ തന്നെയാണോന്ന്. കൃഷി പറയും, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് താലി കെട്ടേണ്ടി വന്നു. അതെന്ത് സാഹചര്യമാണെന്ന് വാസുകി ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട്, ആ കഥയൊക്കെ ഒരു ദിവസം വിശദീകരിച്ച് തന്നെ വാസുകിയോട് ഞങ്ങൾ പറയാം. വാസുകി പറയും, ഏത് പ്രത്യേക സാഹചര്യത്തിലാ അങ്ങനെ താലി കെട്ടേണ്ടി വന്നേന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷെ ആ സാഹചര്യം ഞങ്ങൾക്ക് നല്ല അനുകൂലമായിരുന്നു സാർ. നിങ്ങൾ അങ്ങനെ താലി കെട്ടി ഒന്നായതുകൊണ്ടാണല്ലോ നിങ്ങൾ ഒരുമിച്ച് ഇവിടെ വന്നതും ഞങ്ങൾക്കൊക്കെ ഒരു ജീവിതം തന്നതും. നിങ്ങളെ ഒരുമിച്ചല്ലാതെ ഞങ്ങൾക്കിനി ചിന്തിക്കാൻ പോലും കഴിയില്ല. മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന രണ്ടുപേര്. നിങ്ങളെപ്പോലെ അധികം ആരും ഉണ്ടാവില്ല. നിങ്ങൾ എന്നും എപ്പോഴും ഒരുമിച്ച് തന്നെ കഴിയണം. കൃഷി പറയും, അത് അങ്ങനെയുള്ളൂ വാസുകി, ഞങ്ങൾ പിരിയണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല. കൺമണി കൃഷ്ണനെ പ്രണയപൂർവ്വം നോക്കി നിൽക്കും. അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.